ജ്യോതി കൃഷ്ണ എന്ന നായിക നടിയുടെ സിനിമാ വിശേഷങ്ങൾ. 2011 സൂപ്പർ സ്റ്റാർ മമ്മൂട്ടി നായകനായ ബോംബെ മാർച്ച് 12 എന്ന സിനിമയിൽ മായ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ജ്യോതി കൃഷ്ണ തന്റെ സിനിമ അഭിനയം ആരംഭിക്കുന്നത്. 2011 ഇത് പാതിരാമണൽ, ലിസമ്മയുടെ വീട്. 2014 ദുൽഖർ സൽമാനെ നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത ഞാൻ എന്ന സിനിമയിലെ അന്ധയായ ലക്ഷ്മിക്കുട്ടി. ദിലീപിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന സിനിമയിലെ റോസ്. മൂന്നാം നാൾ ഞായറാഴ്ച എന്ന സിനിമയിലെ കത്രീന തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങളും അവിസ്മരണീയമാക്കിയ നടിയാണ് ജ്യോതി കൃഷ്ണ. ജ്യോതി കൃഷ്ണയുടെ എടുത്തു പറയാവുന്ന കഥാപാത്രങ്ങളാണ് ഞാൻ എന്ന സിനിമയിലെ അന്ധയായ ലക്ഷ്മിക്കുട്ടി എന്ന കഥാപാത്രവും ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ ദിലീപിനെ ചതിക്കുന്ന റോസ് എന്ന കഥാപാത്രവും. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി അല്പം സെക്സിയായി അഭിനയിക്കുവാനും ജ്യോതി കൃഷ്ണയ്ക്ക് ബുദ്ധിമുട്ടില്ല എന്ന് തെളിയിക്കുന്ന കഥാപാത്രമാണ് ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ റോസ് എന്ന കഥാപാത്രം. ജ്യോതി കൃഷ്ണ എന്ന നടി വളരെ സെക്സ് ലുക്കുള്ള സുന്ദരിയായ നടിയാണ്. 2014 ജ്യോതി കൃഷ്ണ ഒരു കോൺട്രവേഴ്സിയിൽ പെട്ടിരുന്നു. ഷാജി കാവനാട് എന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ജ്യോതി കൃഷ്ണയെ സെക്ഷുവൽ ഹരാസ്മെന്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു പരാതി ജ്യോതി കൃഷ്ണ ഫയൽ ചെയ്യുകയും ഈ പരാതിയെ തുടർന്ന് ഫെഫ്ക ഷാജി കാവനാടിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. മലയാള സിനിമയിൽ എത്തി 2 വർഷങ്ങൾ കൊണ്ട് ജ്യോതി കൃഷ്ണ തന്റെ അഭിനയ മികവ് കൊണ്ടും ഷാജി കാവനാടുമായി ഉണ്ടായ കോൺട്രവേഴ്സിയിലൂടെയുമൊക്കെ മലയാള സിനിമാ ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടു. തൃശൂർ സ്വദേശിയായ ജ്യോതി കൃഷ്ണയ്ക്ക് ഒരു വെക്കേഷൻ സമയത്ത് ഖത്തറിൽ വെച്ചാണ് ആദ്യ സിനിമ ഓഫർ വന്നത്. നിർഭാഗ്യവശാൽ ആ ഓഫർ നടന്നില്ല. പിന്നീട് തൃശൂരിൽ ഔഷധി ആശുപത്രിയിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിൽ ഉദയശങ്കരൻ എന്ന ആളെ കാണുകയും പരിചയപ്പെടുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിന്റെ ശ്രീനന്ദനം എന്ന ആൽബത്തിൽ അഭിനയിച്ചു. ശ്രീനന്ദനം എന്ന ആൽബം കണ്ടിട്ടാണ് 1993 ബോംബെ മാർച്ച് 12 എന്ന സിനിമയിൽ അഭിനയിക്കുവാനായി ബാബു ജനാർദ്ദനൻ ക്ഷണിച്ചത്. ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദന്റെ പെയർ ആയിട്ടാണ് ജ്യോതി കൃഷ്ണ അഭിനയിച്ചത്. മമ്മൂക്ക നായകനായ സിനിമയായിരുന്നു ബോംബെ മാർച്ച് 12 എന്ന സിനിമയെങ്കിലും ആ സമയത്ത് ജ്യോതി കൃഷ്ണയ്ക്ക് മമ്മൂക്കയെ നേരിൽ കാണുവാൻ കഴിഞ്ഞില്ല. പിന്നീട് ജ്യോതി കൃഷ്ണ മമ്മൂക്കയെ ആദ്യമായി കാണുന്നത് വിസ്മയ സ്റ്റുഡിയോയിൽ കടൽ കടന്നൊരു മാത്തുക്കുട്ടിയുടെ ഡബ്ബിംഗ് സമയത്താണ്. കഥാപാത്രങ്ങളുടെ കാര്യത്തിൽ ജ്യോതി കൃഷ്ണയ്ക്ക് പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ല. ആരും ചെയ്യാത്ത ക്യാരക്ടറുകൾ കിട്ടിയാൽ അതാണ് ഏറെ ഇഷ്ടം. ഭാര്യാവേഷങ്ങളും കാമുകി വേഷങ്ങളും ഏറെ ഇഷ്ടമാണ്. കിട്ടുന്ന ഏതു വേഷവും ചെയ്യുമെന്നാണ് ജ്യോതി കൃഷ്ണ പറയുന്നത്. ജ്യോതി കൃഷ്ണയുടെ നായകന്മാരെ കുറിച്ച് ജ്യോതി കൃഷ്ണ മനസ്സു തുറക്കുന്നു. ചാക്കോച്ചൻ വളരെ ഫ്രണ്ട്ലിയാണ്. ദിലീപേട്ടൻ സെറ്റിൽ ചിരിയും ബഹളവുമൊക്കെയാണ്. ജയറാമേട്ടനാകട്ടെ തമാശയും പൊട്ടിച്ചിരിയുമാണ്. ദുൽഖർ ആണെങ്കിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. മമ്മൂക്കയുടെ മകൻ എന്ന തലക്കനമൊന്നും ദുൽഖർ സൽമാൻ ഇല്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും ആൾ പുറത്തു കാട്ടില്ല. മമ്മൂക്കയും ലാലേട്ടനും രണ്ടും 2 സ്കൂളാണെന്നാണ് ജ്യോതി കൃഷ്ണ പറയുന്നത്. ഇവർ രണ്ടുപേരുടെയും നായികയായി സ്ക്രീൻ ഷെയർ ചെയ്യുക എന്നുള്ളത് വലിയ മോഹമാണ്. ഇവരോടൊപ്പം അഭിനയിക്കുവാനും മോഹമുണ്ട്. തമിഴ് കൾച്ചറിനോട് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. നടിമാരിൽ നമിത പ്രമോദിനൊപ്പവും രമ്യ കൃഷ്ണനൊപ്പവും അഭിനയിക്കുവാൻ ഏറെ ഇഷ്ടമാണ്. നല്ലൊരു നർത്തകി കൂടിയായ ജ്യോതി കൃഷ്ണയ്ക്ക് സിനിമാ നടി എന്ന പോലെ നല്ലൊരു നർത്തകി കൂടി ആയി അറിയപ്പെടാനാണ് മോഹം.